എന്ത് സുഖമായിരിക്കും. വാഴയില, പക്ഷെ അത് കരിഞ്ഞ വാഴയിലയായി പോയി. നമ്മള് കറ്റ നല്ല രോമമില്ലേ, ഇത് ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. കാശ്മീറാണ്. ഇതിന്റെ വില കണ്ടോ, 6999 യൂറോ. നല്ല രസമില്ലേ. ഫ്രണ്ട്സേ, ഞാൻ കിബക്ക് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലോട്ട് വന്നേക്കുവാണ്. ഇവിടെ കാർപ്പറ്റ്സ് ഒക്കെ ഒരുപാട് കിട്ടും. അപ്പം ഞങ്ങളുടെ കിച്ചണിലേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു കാർപ്പറ്റ് വേണം. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇപ്പോൾ വന്നപ്പം ഇവിടെ വിൻ്റർ സെയിലാണ്. അപ്പം നമുക്ക് കുറച്ച് ഓഫർ പ്രൈസിനൊക്കെ കിട്ടും. അല്ലാതെ തന്നെ ഈ കടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചീപ്പായിട്ടുള്ള സാധനങ്ങളും നമുക്കിവിടെ നന്നായിട്ട് കിട്ടും. മേളത്തെ ഫ്ലോറിൽ കുറച്ചും കൂടെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം, അവിടെ പോയി നോക്കാം. എനിക്ക് ഇതുപോലൊരു സാധനം വാങ്ങിച്ചു തരുമോ? ഇങ്ങനെ രാത്രി കിടന്നിട്ട് രാവിലെ ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ കാല് ഇതിൻ്റെ മുകളിൽ വെക്കണം. എന്ത് സുഖമായിരിക്കും. ഇത് കണ്ടോ, നല്ല രസമില്ലേ. നല്ല ഡിസൈനർ കാർപ്പറ്റ്സ് ആണ് ഇതൊക്കെ. പക്ഷെ അതുപോലെ നല്ല വിലയുമാണ്. ഈ കാർപ്പറ്റിൻ്റെ വില നിങ്ങൾ കണ്ടോ, 1699 യൂറോ ആണ് ഈ ഒരു കാർപ്പറ്റിൻ്റെ വില. ഇത് കണ്ടോ, നല്ല രോമമില്ലേ. ഇത് ചെമ്മരിയാടിൻ്റെ രോമം കൊണ്ടുള്ളതാണേ. €4299 ആണ്. ഇത് പാകിസ്ഥാനിൽ നിന്ന് വരുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കൈ കൊണ്ട് നെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്ര വില. ഇത് കണ്ടോ, ഇത് ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. കാശ്മീറാണ്. കാശ്മീരിൽ നിന്ന് വന്നേക്കുന്നത്. ഇതിൻ്റെ വില കണ്ടോ, 6999 യൂറോ. ഇതുപോലെ തന്നെ കൈ കൊണ്ട് നെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്ര വില. ഇവിടെ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, പാകിസ്ഥാൻ, പേർഷ്യൻ, അങ്ങനെ പലയിടത്തുനിന്നും പല കൺട്രീസിൽ നിന്നും വരുന്ന ഇതുപോലത്തെ നല്ല ഡിസൈനർ കാർപ്പറ്റ്സ് ഉണ്ട്. പക്ഷെ അതിനൊക്കെ നല്ല വിലയാട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ കുറേ ഡെക്കോ ഐറ്റംസ് കിട്ടുമെന്ന്. നല്ല ക്യൂട്ട് ഡെക്കോ ഐറ്റംസ് ഇഷ്ടം പോലെ റീസണബിൾ പ്രൈസിന് കിട്ടുകയും ചെയ്യും. ഇതൊക്കെ കണ്ടോ, എന്ത് രസമല്ലേ കാണാൻ. ക്യാൻഡിൽ വെക്കുന്ന സ്റ്റാൻഡാണ്. നല്ല രസമില്ലേ. പടം കാണിച്ചു തരട്ടെ. വാഴയില, പക്ഷെ അത് കരിഞ്ഞ വാഴയിലയായി പോയി. ഇത് കണ്ടോ, നമ്മള് കറ്റ നെൽകൃഷിയൊക്കെ ചെയ്യുന്ന അതുപോലെ അവരെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നോക്കൂ, കരിവേപ്പിലയൊക്കെ പോലെ ഇല്ലേ. ഞങ്ങളുടെ കിച്ചൻ്റെ മെഷർമെൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഇതാണ്. അത് വെച്ചിട്ട് ഇവിടെ കാർപ്പറ്റ് കിട്ടാൻ കുറച്ച് പാടാണ്. നമുക്കിതുപോലെ റോളായിട്ടുള്ള കാർപ്പറ്റ് ഉണ്ട്. പക്ഷേ അതിൻ്റെ മിനിമം നമുക്ക് എടുക്കുമ്പോൾ 4 മീറ്റേഴ്സ് ഉണ്ട്. അതേ എടുക്കാൻ പറ്റും. അതിൽ നിന്ന് മുറിച്ച് അവർ തരത്തില്ല. അപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 4 മീറ്ററാണ്. പക്ഷെ നമുക്ക് അത്രേൻ്റെ ആവശ്യമില്ല. നമുക്ക് 243 മതി മാക്സിമം. അങ്ങനെ ഞങ്ങൾ
ഇതാണ് സെലക്ട് ചെയ്തത്. ഇത് 140 ഞങ്ങളുടെ അതിനെക്കാട്ടിലും ഞങ്ങളുടെ കിച്ചണിനെക്കാട്ടിലും കുറച്ച് കുറവുണ്ട്. എന്നാലും ഇതാണ് നമുക്ക് മാക്സിമം കിട്ടാവുന്ന സൈസ്, അല്ലെങ്കിൽ എല്ലാം കൂടുതലാണ്. അതിൻ്റെ പല കളേഴ്സ് ഉണ്ട്. പക്ഷേ എനിക്ക് ഈ ഭിത്തിയെ വെച്ചിരിക്കുന്ന ആ റോസ് കളർ തന്നെ കണ്ടപ്പോൾ അത് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ബ്ലൂവും ഗ്രീനും എല്ലാം ഉണ്ട്. എന്നാലും ഞങ്ങൾ അവസാനം റോസ് തന്നെ എടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ നമുക്ക് പേ ചെയ്യാൻ പോവാം. ബൈ. ഇവിടെ നമുക്ക് നല്ല ബാത്ത് ടവൽസും ഒക്കെ നല്ല റീസണബിൾ പ്രൈസിന് ഇവിടെ കിട്ടും. ഇവിടെ പല കളേഴ്സുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് സെലക്ട് ചെയ്യാം. അപ്പം ഞാനൊരു 2-3 എടുക്കാമെന്ന് വിചാരിച്ചു. നോക്ക്, അങ്ങോട്ട് പോയപ്പോൾ എന്ത് വെട്ടം ഉണ്ടായിരുന്നു. ഒരു അരമണിക്കൂറും കൊണ്ട് ഇരുട്ടായി. ഇതെല്ലാം ഇതിനകത്ത് വെക്കാം. കാർപ്പറ്റിന് ഇച്ചിരി നീളം കൂടിപ്പോയി, അതുകൊണ്ട് കയറത്തില്ല. അതുകൊണ്ട് നമ്മൾ സീറ്റ് മടക്കി വെച്ചു. സൂപ്പറായിട്ട് കയറി. ഇനി എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.